എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആണോന്നില്ല. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. പക്ഷേ ഇത് കാലാതീതമാണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് നോക്കുന്ന വീഡിയോ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളതാണ്. 3 ടാരോട്ട് കാർഡുകൾ നൽകിയിരിക്കുന്നു. ആദ്യത്തെ ടാരോട്ട് കാർഡ് ഏസ് ഓഫ് കപ്സ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഈ കാർഡ് പുതിയൊരു ആദരവിനെയും സ്നേഹത്തിൻ്റെയും സൂചനയാണ്. നിങ്ങൾ അവർക്ക് പുതിയൊരു മനസ്സാക്ഷിയെ പോലെയാകുന്നു. ആ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം ആസ്വദിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ പുതുമയോടെ പ്രവേശിച്ച ഒരു വ്യക്തിയാണ്. ആ ശക്തി എപ്പോഴും ചോരാതെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് കൃത്യമായ സ്ഥാനമുണ്ട്. ആ വ്യക്തിക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹം നിങ്ങളോട് തോന്നുന്നു. നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച നന്മകളും നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച എല്ലാ പിന്തുണയും ആ വ്യക്തിക്ക് ചോരാതെ തകരാതെ കിട്ടുന്നു. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്ന, നിങ്ങളെ കാത്തുരക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുകയാണ്. നിങ്ങൾ മുന്നോട്ട് വച്ച നന്മ അതൊരിക്കലും പരാജയപ്പെടുന്നില്ല. അത് തകർക്കാനും ആർക്കും കഴിയുന്നില്ല. ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ജീവിതത്തിൽ എത്താൻ കഴിയുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ പിന്തുണയും, നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ശക്തിയും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ കൂടിക്കൂടി വരുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. നിങ്ങളെ ആർക്കും തകർക്കാൻ സാധിക്കുന്നില്ല. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്തതായിട്ട് രണ്ടാമത്തെ കാർഡാണ് ദി ലവേഴ്സ് എന്ന കാർഡാണ്. ഈ കാർഡ് വളരെ ശക്തമായ സ്നേഹബന്ധത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും സൂചന തന്നെയാണ്. നിങ്ങൾക്കിടയിൽ ദൈവികമായ ആകർഷണീയതയോടുകൂടിയ അതിരുകളില്ലാത്ത സ്നേഹമുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ കാർഡ് ഇവിടെ ലഭ്യമായതും. വലിയ ആവേശത്തിലുള്ള, ഈശ്വരാനുഗ്രഹമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം കാണിച്ചു നൽകിയത് ഈശ്വരൻ തന്നെയാണ്. നിങ്ങളുടെ ശക്തി കനിഞ്ഞു നൽകിയ ഒരു സ്ഥാനമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഒരിക്കലും തകരാത്തതാണ്. അങ്ങനെ തകർന്നു പോകുന്ന ഒരു സ്ഥാനമല്ല നിങ്ങൾക്കുള്ളത്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു ശക്തിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും. ആ വ്യക്തി മനസ്സിൽ ഒരു സാധാരണ ബന്ധമായിട്ടല്ല നിങ്ങളെ കാണുന്നത്. നിങ്ങളുടെ ആയിട്ടുള്ള ആത്മബന്ധവും ഹൃദയബന്ധവും പ്രണയബന്ധമാണെങ്കിൽ അതും ഏറ്റവും കൂടുതൽ ആഴത്തിലുള്ളതാണ്. അതിനെ തച്ചുടക്കാനോ തകർക്കാനോ ആർക്കും സാധിക്കില്ല. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് കൃത്യമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തി സ്നേഹിക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി നിങ്ങൾ മാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റെല്ലാ പ്രതിസന്ധികളെയും മറ്റെല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി, കൃത്യമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഫലം ഉണ്ടാകുകയാണ്. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് രക്ഷപ്പെടാനും നിങ്ങൾക്ക് സാധിക്കും. ഈ ബന്ധത്തെക്കുറിച്ച് അവർ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മൂന്നാമത്തെ കാർഡാണ് നാം നോക്കുന്നത്. 2 ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞ കാർഡ്. പക്ഷേ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഒരു തീരുമാനം എടുക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. പക്ഷേ ആ വ്യക്തി ഒരു തീരുമാനം എടുത്തേ കഴിയൂ. ആ വ്യക്തിക്ക് നിങ്ങളിലുള്ള സ്ഥാനം ഇല്ലാതാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ശ്രമങ്ങൾ പരാജയപ്പെടുത്തേണ്ടത് ശക്തിയുടെ ആവശ്യമാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി തീർച്ചയായിട്ടും അതിന് ശ്രമിക്കും. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് ശക്തി നൽകുന്നു, നിങ്ങൾക്ക് പ്രതിസന്ധി ഇല്ലാതാകുന്നു എന്നുള്ളത് നിങ്ങളുടെ ശത്രുക്കൾക്ക് കൃത്യമായിട്ടറിയാം. അവരത് തകർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അത് ആ വ്യക്തിയോടുള്ള ദേഷ്യമല്ല, നേരെ മറിച്ച് നിങ്ങളുടെ പത്തി താഴ്ത്താൻ, നിങ്ങൾക്ക്
ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മേൽക്കോയ്മ ഇല്ലാതാക്കാനും നിങ്ങളെ തകർത്ത് ആ വ്യക്തിയുമായി ഒരു ഭിന്നിപ്പുണ്ടാക്കി നിങ്ങളെ തച്ചുടച്ച് ഇല്ലാതാക്കാനാണ് അവരുടെ ശ്രമം. ആ ശ്രമങ്ങൾ വിജയിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് രക്ഷ നേടാമെന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ആ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥത, നിങ്ങൾ കാണിക്കുന്ന മര്യാദ അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാം. ആരുടെ ഭാഗത്താണ് ശരി, ആ ശരിയാണ് ശക്തി വിജയിപ്പിക്കുകയുള്ളൂ. നിങ്ങൾ കാണിച്ച മര്യാദയും നിങ്ങളുടെ നന്മയും ഇവിടെ വിജയിക്കും. നിങ്ങളുടെ ശക്തി ഒരു തിന്മയെയും വിജയിപ്പിക്കുന്ന ആളല്ല. നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ആളുകൾ ആരൊക്കെ ഉണ്ടാക്കുന്നോ അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. നിങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അജണ്ട. അവർ നിങ്ങളെ ഇല്ലാതാക്കുന്നതിൽ വിജയിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നിങ്ങളുടെ ശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം നിങ്ങളുടെ ശക്തിയാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഇതിനും വലിയ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചത് നിങ്ങളുടെ ശക്തിയാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്കുള്ള സ്ഥാനം നഷ്ടപ്പെടില്ലെന്ന് തന്നെ വിശ്വസിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.